ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്ന പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചാണ്. ബൈബിളിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകങ്ങളെ നമ്മൾ പഞ്ചഗ്രന്ഥം എന്ന് വിളിക്കുന്നു. ഈ 5 പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ പഞ്ചഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷിൽ ഇതിന് പെൻറ്റാറ്റക് എന്ന് പറയുന്നു. ഈ 5 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് മോശയാണ്. പഴയ നിയമ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ ബൈബിൾ ആരംഭിക്കുന്നത് ബെരഷിത്ത് എന്ന എബ്രായ വാക്കോടുകൂടിയാണ്. ബെരഷിത്ത് എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം ഇൻ ദ ബിഗിനിങ്, മലയാളത്തിൽ ആദിയിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ ജെനസിസ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. എബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷ ഉണ്ടായി. അതിന് നമ്മൾ പറയുന്ന പേരാണ് സെപ്റ്റുവജൻറ്റ്. അതായത് 70ഓളം പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ് സെപ്റ്റുവജൻറ്റ്. അവരാണ് ഈ പുസ്തകത്തിന് ജെനസിസ് എന്ന പേര് നൽകിയത്. ജെനസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആരംഭം, ജനനം, ഉൽപ്പത്തി എന്നൊക്കെയാണ്. ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ 50 അധ്യായങ്ങളാണുള്ളത്. ഇനി നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത് ഈ പുസ്തകം ആരാണ് എഴുതിയതെന്ന്. ഉൽപ്പത്തി പുസ്തകം അത് എഴുതിയത് ആരാണെന്ന് വ്യക്തമായി പറയുന്നില്ല. അതേപോലെ തന്നെ ഈ പുസ്തകം അവസാനിക്കുന്നത് തന്നെ മോശ ജനിക്കുന്നതിന് 3 നൂറ്റാണ്ട് മുൻപാണ്. അതായത് മോശ ജനിക്കുന്നതിന് 3 നൂറ്റാണ്ട് മുമ്പുള്ള കാര്യങ്ങളോടെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. പക്ഷേ പുതിയ നിയമവും യഹൂദ വിശ്വാസവും തീർച്ചപ്പെടുത്തുന്നു ഇത് മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന വിഷയം, പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഒന്ന് സൃഷ്ടി, രണ്ടാമത്തത് പാപം എങ്ങനെ വന്നു, 3 വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. ഈ പുസ്തകത്തെ നമുക്ക് 2ആയി തിരിക്കാം. 1 മുതൽ 11 വരെയുള്ള കാര്യങ്ങൾ പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചാണ്, ആരംഭത്തെക്കുറിച്ചാണ്. 12 മുതൽ 50 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് പിതാക്കന്മാരുടെ ചരിത്രമാണ്. ഇംഗ്ലീഷിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായത്തെ പറയുന്നത് പ്രിമീവൽ ഹിസ്റ്ററി എന്നാണ്. 12 മുതൽ 50 വരെയുള്ള ഭാഗത്തെ പറയുന്നത് ആൻസെസ്ട്രൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി അല്ലെങ്കിൽ ജെനസിസ്, ആരംഭങ്ങളുടെ പുസ്തകം എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ മറ്റൊരു പേരിൽ കൂടി ഈ പുസ്തകം അറിയപ്പെടുന്നുണ്ട്. അതെ, അതാണ് ടോലിഡോത്ത്. ടോലിഡോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാകുന്നു വംശപാരമ്പര്യം. ഇംഗ്ലീഷിൽ ദീസ് ആർ ദ ജനറേഷൻ. ഏതാണ്ട് 10ഓളം തവണ ഈ വാക്ക് പിന്നെയും നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യമായി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഇംഗ്ലീഷ് ഇപ്രകാരം കാണുന്നു, ദീസ് ആർ ദ ജനറേഷൻസ് ഓഫ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. മലയാളത്തിൽ നമ്മൾ മറ്റൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉത്പത്തി വിവരം. ഇവിടെ നമ്മൾ കാണുന്നു ഉൽപ്പത്തി വിവരം എന്ന വാക്കാണ് ഇവിടെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു അതിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അത് ആദാമിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് കാണുന്നു. പിന്നീട് 6-9 നമ്മൾ കാണുന്നു നോഹയുടെ വംശപാരമ്പര്യം. 10-1 നമ്മൾ കാണുന്നു നോഹയുടെ മക്കളുടെ വംശപാരമ്പര്യം. 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഷേമിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് കാണുന്നു. 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ തേരയുടെ വംശപാരമ്പര്യം നമ്മൾ കാണുന്നു. 25-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇസ്മായിലിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് കാണുന്നു. 25-19 നമുക്ക് ഇസഹാക്കിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് കാണുന്നു. 36-1 ഏശാവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. അവസാനമായി 37-2 യാക്കോബിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചും നമ്മൾ കാണുന്നു. അപ്പോൾ ഈ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയുടെ മാത്രം പുസ്തകമല്ല, ഇത് വംശപാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന പുസ്തകം കൂടിയാണ്, അല്ലെങ്കിൽ തലമുറകളെക്കുറിച്ച് പറയുന്ന പുസ്തകം കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, നിങ്ങൾക്ക് ആ പുതിയ അറിവ് ലഭിച്ചെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.